മാനന്തവാടിയിലെ നരഭോജി കടുവയെ പിടികൂടാൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം പഞ്ചാരക്കൊല്ലിയിലെത്തി. കടുവയെ പിടികൂടാത്തതിൽ ജനരോഷം ആളിക്കത്തുകയാണ്. പഞ്ചാരക്കൊല്ലി ക്യാമ്പ് ഹൌസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. ദീപക് മലയമ്മയിലേക്ക്. ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. ജനങ്ങൾ പ്രകോപിതരാവുകയാണ്. തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന അവരുടെ പ്രകോപനം അതിപ്പോൾ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോവുകയാണോ? സുജയ, അക്ഷരാർത്ഥത്തിൽ അത് കയ്യാങ്കളിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും സംയമനത്തോടു കൂടി തന്നെയാണ് ഇവിടെ പ്രതിഷേധക്കാരുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ സംയമനം മാറിയിരിക്കുന്നു. നേരത്തെ അല്പസമയം മുൻപ് ഡോക്ടർ അരുൺ സക്രിയ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘവും ഇവിടേക്ക് എത്തി. പക്ഷേ ഈ ഒരു ഘട്ടമായിട്ട് പോലും എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത നാട്ടുകാർക്ക് നൽകാൻ വനംവകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പുറത്ത് സമരവുമായി നിൽക്കേണ്ടതില്ല, മറിച്ച് ഓഫീസിനകത്തേക്ക് കയറാം എന്നുള്ളതാണ് അവരുടെ നിലപാട്. ആ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു കയ്യാങ്കളിയിലേക്ക്, ഒരു ഉന്തുത്തള്ളിലേക്കൊക്കെ ആ കാര്യങ്ങൾ പോകുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലവിലുള്ളത് ഈ ദീപക്, ഇടികിട്ടാത്ത ഇടത്തേക്ക് മാറുന്നുള്ളൂ. എന്തായാലും ആളുകൾ പ്രകോപിതരാവുകയാണ്. സ്ത്രീകളടക്കമുണ്ട്. അവരെന്താണ് പറയുന്നത് ഇപ്പോൾ? അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നുള്ളതാണ്. നമുക്ക് കാണാം സ്ത്രീകളൊക്കെ. ഈ എന്താ നിങ്ങളുടെ ആവശ്യം? എന്താണ്? നിങ്ങളുടെ ആരുടെയും സഹോദരൻ അവിടെ ബോഡിയിലാണ് കിടക്കുന്നത്. ഞങ്ങളുടെ സഹോദരാണ്. ആളുകൾ പ്രധാനമായി പറയും 5 മിനിറ്റ് പോലും, ഈ 5 മിനിറ്റ് ഒന്നാണ്ട് പറ്റൂല. കാരണം മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ കാത്തിരുന്നു, വെയിറ്റ് ചെയ്തു. സമയത്തിനൊരു വിലയില്ലേ? ഇതാണോ കളക്ടറെ? ഇങ്ങനെയാണോ കാണിക്കുന്നതെന്ന് അവർ ചോദിക്കുന്നു. അവർക്ക് ജീവന് സുരക്ഷിതത്വം വേണം. അത് ഉറപ്പാക്കാൻ കളക്ടർ എവിടെ ദീപക്? നിലവിൽ കളക്ടർ ഇവിടേക്ക് എത്തിയിട്ടില്ല. അല്പം മുൻപ് അറിയിച്ചിരുന്നത് കളക്ടർ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് രാവിലെ മുതൽ ഭക്ഷണം പോലും കഴിക്കാൻ നിൽക്കാണ്. ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ മൊത്തം വീട്ടുകളാക്കാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയതാ. 12 മണി പറഞ്ഞു, 1 മണി പറഞ്ഞു, 3 മണി പറഞ്ഞു. ഇതുവരെ കാത്തിരുന്നു. ഇനിയും കളക്ടർ എത്താത്തത് എന്താണ്? AC മുറികളിൽ ഉദ്യോഗസ്ഥരിരുന്നാൽ പോരാ. കടുവയെ പിടിച്ച് കൂട്ടിലിട്ട് കൊണ്ടുപോവുകയല്ല, മുന്നിലിട്ട് കൊല്ലണം. എന്നാലേ ഞങ്ങളുടെ ഭീതി അകലൂ എന്ന് ജനങ്ങൾ പറയുകയാണ്. അങ്ങനെ തന്നെയാണ് സുജയ. അതായത് ഇവരൊക്കെ പറയുന്നത് ഇത്രയും സംയമനത്തോടു കൂടി ഒരു സമരം നടത്തുന്നത്, പക്ഷേ എന്നുള്ളതാണ്. ഫലം ഉണ്ടാകാതെ ഇവിടെ നിന്ന് മാറിപ്പോകാൻ തയ്യാറാണ്. നാട്ടുകാരുടെ വലിയ സ്ത്രീകളടക്കം പ്രതിഷേധിക്കുകയാണ്. വനം മന്ത്രി അവിടേക്ക് വരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? കളക്ടർ തന്നെ എത്തുന്നില്ല. കളക്ടർ എന്തുകൊണ്ടാണ് വൈകുന്നത്? ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞല്ലോ ദീപക്. എന്താണ് നിങ്ങളുടെ ആവശ്യം? കളക്ടർ പറഞ്ഞു ഇന്നലെ രാവിലെ നടന്ന സംഭവം ഇന്ന് മണ്ണിലെത്തി. ഇത്തിരി സമയമായി കളക്ടർ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ ഒരു കളക്ടർ ഇവിടെ എത്തിയിട്ടില്ല. ഇവരെന്താ വയനാട്ടാണ് പൊട്ടന്മാരാണോ? കുറെ ഫോറസ്റ്റ് ഇവിടെ കാറ് നിൽക്കാൻ ഇട്ടിട്ട് ഓരോന്നിന്റെ ദീപം പറഞ്ഞു പോയിട്ട് ഇവർക്ക് വരാൻ സമയമില്ലെങ്കിൽ ഇവരെന്തിനാ കളക്ടറാണ് പറഞ്ഞ് നിൽക്കുന്നേ? ഇവരെന്തിനാ കളക്ടറാന്ന് പറഞ്ഞ് നിൽക്കുന്നേ? ഇവിടെ വരണോ? ഇപ്പൊ കളക്ടർ ഇവിടെ വരണം. സ്ത്രീകളടക്കം ഈ രാവിലെ മുതൽ കാത്തിരിക്കുന്നവരാണ്. ദീപക്, നമ്മളിപ്പോൾ കാണുന്ന ആ സ്ത്രീ രാവിലെ മുതൽ അവിടെയുണ്ട്. അവരൊക്കെ കാത്തിരിക്കുന്നത് അവരുടെ ജീവൻ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. പണിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. വിളവെടുക്കാറായ കാപ്പി പറിക്കാൻ അവർക്ക് പോകാൻ കഴിയില്ല. ഭീതിയാണ്. എപ്പോഴാണ് കടുവയ്ക്ക് തങ്ങൾ രാധയെ പോലെ ഇരയാകുന്നതെന്ന ചോദ്യം അവർ ചോദിക്കുമ്പോൾ കളക്ടർ എന്തുകൊണ്ട് ഇനിയും പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്താനുള്ള വഴി അറിയില്ലേ കളക്ടർക്ക്? ദീപക്, അല്പം മുൻപ് കളക്ടർ പോലീസ് സംവിധാനം ഉൾപ്പെടെ ഈ നിർണായക ഘട്ടത്തിൽ പോലീസ് കായികമായി അവിടുത്തെ സഹോദരങ്ങളെ ആക്രമിക്കാൻ ഉൾപ്പെടെ ശ്രമിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് 5 മിനിറ്റ് നേരം കൂടി അതല്ല എങ്കിൽ ഏത് രംഗത്തേക്കും ഇവിടെ നടക്കുന്ന അരാജകത്വം ഇവിടെ അനുവദിക്കില്ല എന്ന് ഒറ്റക്കെട്ടായി മാധ്യമ സുഹൃത്തുക്കൾ സംപ്രേഷണം ചെയ്യുന്നതാണ്. 3 മണിക്കൂർ നേരമാണ് റൂം അടച്ചിട്ട് നടക്കുന്നത്.
അത് വെച്ച് പൊറിപ്പിക്കില്ല എന്നാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി ഞങ്ങൾക്ക് പറയാനുള്ളത്. വൈകാരികമായി ഈ വിഷയത്തെ കാണുകയല്ല, പക്ഷേ പോലീസ് ആക്രമിച്ചാൽ പോലീസിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് വളരെ താഴ്മയോടുകൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുക. ഓക്കെ, ദീപക് വലിയമ്മ 5 മിനിറ്റ് കൂടി എന്ന് പറയുന്നു. ദീപക് 5 മിനിറ്റ് കൂടി എന്ന് പറയുന്നു. 5 മിനിറ്റിനുള്ളിൽ കളക്ടർ വരുമോ? കളക്ടർ വരുന്നുണ്ടോ? എന്താണ് അവർ ഈ 5 മിനിറ്റ് എന്ന് പറയുന്നത്? ഇത്രയും സമയം പറഞ്ഞിരുന്നത് കളക്ടർ ഇവിടേക്ക് എത്തുമെന്നുള്ള ഉറപ്പായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ആ ഉറപ്പ് പൂർണ്ണമായും ലംഘിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ മാനന്തവാടി കൽപ്പറ്റ ഡിവൈഎസ്പിയുടെയൊക്കെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഒരർത്ഥത്തിലും ആ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ അത് തടയുമെന്നുള്ള നിലപാട് പോലീസ് ആവർത്തിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും അടക്കം ആ ഒരു ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതിനപ്പുറത്തേക്ക് നടപടികൾ കൈക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇന്നലെ രാവിലെ 8:45 ഈ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ 11 മണിയോടുകൂടി രാധയുടെ മൃതദേഹം സംസ്കരിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു.